الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. സർവാദരണീയരായ അള്ളാഹുവിൻ്റെ വിനീതരായ ദാസീദാസന്മാരെ, അള്ളാഹുവിൻ്റെ ഏറ്റവും മികച്ച ഇബാദുകളായി തീരാൻ ജീവിതത്തിൽ തികഞ്ഞ സൂക്ഷ്മതയും അങ്ങേയറ്റത്തെ ശ്രദ്ധയും തഖ്വയും എന്നും നിലനിർത്തി അടുക്കും ചിട്ടയും ക്രമവുമുള്ള നല്ലൊരു ജീവിതം കാഴ്ചവെക്കണം എന്നീ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. കരുണാവാരിധിയായ അല്ലാഹു അവൻ്റെ ചരാചരങ്ങളിൽ അതിശ്രേഷ്ഠരായ മനുഷ്യവംശത്തിലെ വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസാനം വരെയും തഖ്വ മുറുകെ പിടിച്ച് അങ്ങേയറ്റം അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരായി, പടച്ചവനെ സംബന്ധിച്ച് തികഞ്ഞ ഓർമ്മയും ശ്രദ്ധയുമുള്ളവരായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ കോളേജുകൾ തുറന്ന് ഈ ജൂൺ മാസത്തിൽ അവരുടെ പഠനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് എവിടെ നോക്കിയാലും ജീവിച്ചിരിക്കുന്നവരുടെ വലിയ പ്രതീക്ഷയാണ് സന്താനങ്ങൾ എന്നുള്ളത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആറ്റുനോറ്റു പോറ്റി വളർത്തുകയാണ്. ഇല്ലാത്ത സൗകര്യങ്ങൾ ഉണ്ടാക്കിയും തുറക്കാത്ത വാതികൾ തുറപ്പിച്ചും അധ്വാനിക്കാൻ കഴിയാത്തിടത്ത് അധ്വാനിച്ചുമൊക്കെ പലപ്പോഴും രക്ഷിതാക്കളായ എല്ലാവരും, ആണും പെണ്ണും, വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയുമൊക്കെ കുട്ടികളെ വളരെ പ്രതീക്ഷയോടുകൂടി അവർക്ക് വിജ്ഞാനം നൽകാൻ, അറിവ് നൽകാൻ, ആഹാരം നൽകാൻ, അവർക്ക് ആശ്രയമേകാൻ, അവർക്ക് തണുപ്പും തണലുമാകാനൊക്കെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ മുഴുക്കയും ചിന്ത മക്കളെക്കുറിച്ചാണ്.
മക്കളെക്കുറിച്ചുള്ള ആശകളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ഒപ്പം ആശങ്കകളുണ്ട്. ഈ സമയത്താണ് നമ്മുടെ മക്കൾ കോളേജുകളിലേക്ക് അവരുടെ പഠനം ആരംഭിക്കാൻ വേണ്ടി നമ്മൾ വലിയ ഫീസ് കൊടുത്തും അല്ലാതെയുമൊക്കെ നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്ന ആളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലോകത്ത് മരണം വരെയും അസ്തമിക്കാത്ത ഒരു ചാപ്റ്ററായി നിലനിൽക്കേണ്ടതാണ് ഇൽമ് എന്ന് പറയുന്നത്, വിജ്ഞാനം നുകരുക എന്ന് പറയുന്നത്. മൻ സ്വലക ഫീ ത്വരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവിനെ തേടിയുള്ള ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹ് ആ ആൾക്ക് വഴിയൊരുക്കുന്നത് സ്വർഗത്തിലേക്കാണ്. എവിടെയാണ് സ്വർഗം? ഈ ദുനിയാവിലെ എല്ലാ കെട്ടുപാടുകളും അവസാനിപ്പിച്ച്, എല്ലാ ബന്ധനങ്ങളും അവസാനിപ്പിച്ച്, എല്ലാ കണക്കുകളും അവസാനിപ്പിച്ച്, നമ്മളെയും ചുമന്നുകൊണ്ട് നമ്മുടെ മയ്യത്ത് കെട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയും അല്ലാതെയുമൊക്കെ ആലമുൽ അർവാഹിലേക്ക് നമ്മുടെ ആത്മാവുകൾ പോകുന്ന അന്നത്തെ വിചാരണയും രക്ഷാശിക്ഷകളുടെ ചോദ്യോത്തരങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മളെത്തിപ്പെടുന്ന സ്ഥലമാണല്ലോ ഈ സ്വർഗം ആണ്. ആ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുന്നത് അവൻ വിജ്ഞാനം അഭ്യസിക്കുമ്പോഴാണെന്നാണ്. പ്രാധാന്യം വളരെ ഗൗരവമാണ്. അതുകൊണ്ട് വിദ്യാഭ്യസിക്കാത്തൊരു കുട്ടിയും ശരാശരി ഇന്ന് നമ്മുടെ നാട്ടിലില്ല എന്നർത്ഥം. എത്ര ദാരിദ്ര്യം പിടിച്ച ചുറ്റുപാടിൽ ജീവിക്കുന്ന കഷ്ടപ്പെടുന്നവനായാലും ശരി, ആ കുട്ടിയുടെ അന്നവും ആഹാരവും പോലെ പ്രാധാന്യമുള്ളതാണ് അവനുള്ള തഅലീം അല്ലെങ്കിൽ തർബിയത്ത്, അതല്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം. അപ്പം അത് സ്വർഗ പൂങ്കാവനത്തിലേക്കുള്ള തേരുതെളിക്കലാണ്, വഴിയൊരുക്കലാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ, അപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ വലിയ പ്രതീക്ഷ. പലപ്പോഴും ഈ ദുനിയാവിലെ മനുഷ്യരുടെ സങ്കടങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളില്ലാത്തത് കൊണ്ടല്ല ഈ സങ്കടങ്ങൾ അധികം ഉണ്ടാവില്ല, ഉള്ള മക്കളെക്കുറിച്ചുള്ള ആദിവ്യാധി മൂലമാണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പലപ്പോഴും? അതുകൊണ്ട് നമ്മുടെ മക്കളെ വളരാനുള്ള പരിസരമൊരുക്കുമ്പോൾ മക്കളോടും മാതാപിതാക്കളോടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അർറജുലു, ഒരു മനുഷ്യൻ അലാ ദീനി ഖലീലിഹി, എപ്പോഴും തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കുമെന്നാണ്. ലോകത്തൊരു പൊതു തത്വം അവതരിപ്പിക്കുകയാണ്. വാപ്പാടെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും എന്നാണ് പറയുന്നത്. ദീനിനെ കുറിച്ച് നമ്മളെ പഠിച്ചല്ല, ദീനുള്ള അള്ളാഹുവിൻ്റെ ദീൻ എന്നാണ്. ദീനു റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീൻ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു മനുഷ്യൻ ആരായാലും ശരി അവൻ ഫീ ദീനി ഖലീലിഹി എന്ന് പറഞ്ഞു, അവൻ്റെ ഫ്രണ്ടിൻ്റെ, കൂട്ടുകാരൻ്റെ, സ്നേഹിതൻ്റെ ദീനിലായിരിക്കുന്ന. നമ്മൾ നോക്കൂ, ചെറുപ്പകാലത്തെ കൂട്ടുകാരുണ്ട്. അപ്പം നമ്മൾ വലുതാകുമ്പോൾ അവരെക്കുറിച്ച് എന്താ പറയാം? കളിക്കൂട്ടുകാരനായി. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു സ്കൂളിൽ പോയത്, ഒരു ക്ലാസ്സിലായിരുന്നു പഠിച്ചത്, ഒന്നിച്ചാണ് ടൂർ പോയത്, ഒന്നിച്ചാണ് ഞങ്ങൾ സൈക്കിൾ ഓട്ടിയത്, ഒന്നിച്ചാണ് ബൈക്ക് ഓടിച്ചത്, ഒന്നിട്ടായിരുന്നു കാറിലെ സഞ്ചാരം എന്ന് തുടങ്ങി ഈ ഒന്നിച്ച് നമ്മൾ പോയത് ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കുറിച്ച് നമ്മൾ പറയുന്ന പേരെന്താ? സഹാബ കിറാം എന്നാണ്. മാന്യന്മാരെ സഹാബ എന്നാണ്, ശിഷ്യന്മാർ എന്നല്ല പറയുന്നത്. സഹാബ, പ്രവാചകൻ്റെ കൂടെ വസിച്ചവർ, കൂടെ നിന്നവർ, കൂടെ രുചിയറിഞ്ഞവർ, കൂടെ യാത്ര ചെയ്തവർ, പ്രവാചകനോട് ഒപ്പം ശയിച്ചവർ, യാത്ര പോയവർ, സാമ്പത്തിക ഇടപാട് നടത്തിയവർ, കൊടുത്തവർ, വാങ്ങിയവർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാക്ക്? വളരെ പ്രാധാന്യമുള്ളതാണ്. എൻ്റെ കുട്ടി ആരുമായി കൂട്ടുകൂടുന്നു എന്നത് വളരെ പ്രധാനമാണ്. ആരാ വാപ്പാനെ ചീത്തയാക്കിയത്? വാപ്പാനെ നല്ലൊരു കള്ളൂടിയനാക്കി മാറ്റിയത് ആരാ? ഉമ്മായാണോ? അല്ല. മക്കളാണോ? അല്ല. വാപ്പാടെ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ വാപ്പാടെ കൂട്ടുകാരാണ്. അപ്പോൾ കൂട്ടുകാരനും കൂട്ടുകാരൊക്കെ വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ അർറജുൽ, ഒരു മനുഷ്യൻ ഫീ ദീനി അലാ ദീനി ഖലീലിഹി, തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും എന്ന് പറഞ്ഞാൽ. ദീൻ എന്ന് വെച്ചാൽ എന്താണ്? സ്കാരം അറിയുന്ന കേസ് മാത്രമാണോ? അല്ല. കൈകെട്ടണ കേസാണോ? അല്ല. സുജൂദിൽ എന്താ പറയണതെന്ന് മാത്രമാണോ? അല്ല. അതൊക്കെ 5 മിനിറ്റ് നേരം നിർവഹിക്കുന്ന നിസ്കാരത്തിലെ കാര്യമാണ്.
മറിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സകലമാന അവൻ്റെ വികാര വിചാരങ്ങളിൽ ഇടപെടുന്ന മുഴുവൻ ആശയ സംഹിതകളെയും ഉൾപ്പെടുന്ന ഒരു മഹാ ജീവിതത്തിൻ്റെ പേരാണ്, അനുഷ്ഠാനത്തിൻ്റെ പേരാണ്, ജീവിത ആഖ്യാനത്തിൻ്റെ പേരാണെന്ത്? ദീൻ എന്ന് പറഞ്ഞാൽ. അവനെ എല്ലാത്തിലും ഇവൻ 8 മണിക്കാണ് എഴുന്നേൽക്കണേ, ആ കൂട്ടുകാരൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും. രാത്രി 10 മണി കഴിഞ്ഞ് വീട്ടിൽ വരൂ മോൻ, കൂട്ടുകാരൻ്റെ സ്വാധീനം. നീ എവിടെയായിരുന്നടാ? ഞാനാ അവൻ്റെ കൂടെ ആയിരുന്നു, ആ ബിലാലിൻ്റെ കൂടെ ആയിരുന്നു, അല്ലെ ആ കിരണിൻ്റെ കൂടെ ആയിരുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലേ നേരത്തെ വരണമെന്ന്? കൂട്ടുകാരനാൽ സ്വാധീനിക്കപ്പെടുന്നവരാണ് ഇവിടെ ശരാശരി. വളരെ ചുരുക്കം അന്തർമുഖന്മാർ, ഇൻട്രോവേർട്ടുകൾ ഉണ്ട് എങ്കിൽ അവരെ ഒഴിവാക്കിയാൽ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഈ മിമ്പറിൽ നിൽക്കുന്ന ഞാനടക്കം എൻ്റെ കൂട്ടുകാരാൽ സ്വാധീനിക്കപ്പെടാം. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അദ്ദീനു അലാ അർറജുലു അലാ ദീനി ഖലീലിഹി. എന്നിട്ട് പറഞ്ഞു ഫൽയൻദുർ അഹദുക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ മക്കൾ ഓരോരുത്തരും റസൂലിൻ്റെ വാക്ക് അതേപടി നിങ്ങൾ കേൾക്കണം. എന്താ? അവൻ ചിന്തിക്കട്ടെ, ഫൽയൻദുർ, അവൻ നോക്കട്ടെ, മനസ്സിലാക്കട്ടെ, ആലോചിക്കട്ടെ, ഉറ്റുനോക്കട്ടെ. എന്ത്? മൈ യുഹാലിൽ, ആരുമായിട്ടാണ് അവൻ കൂട്ടുകൂടുന്നതെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ മക്കൾക്ക് വകതിരിവ് അല്ലെങ്കിൽ മെച്ചൂരിറ്റി, പക്വത ഇതില്ലാത്തത് കൊണ്ട് പക്വതയുള്ള വാപ്പ പറഞ്ഞു കൊടുക്കും, മോനെ നീ കൂടിക്കോ, പക്ഷെ ഇന്ന ആളുകൾ ഒന്ന് ആലോചിച്ചിട്ട് മതിയിട്ടോ മോൻ. വാപ്പാക്ക് കിട്ടിയ റിപ്പോർട്ട് അത്ര ശരിയല്ല. മക്കളും ചിലപ്പോൾ പറയും, വാപ്പ ആ ചങ്ങാതിയായിട്ടുള്ള കൂട്ടുകെട്ട് അത് വലിയൊരു അപകടം പിടിച്ച കൂട്ടുകെട്ടാട്ടോ വാപ്പ, അത് അവസാന ഇടങ്ങേറിലും നാശത്തിൽ ചെന്നെത്തിക്കുന്ന. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂദാവൂദ് തിരിക്കുന്ന ഹദീസിൽ പറയാ ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരുമായിട്ട് കൂട്ടുകൂടുന്നു എന്ന് ആലോചിക്കട്ടെ എന്ന്. അപ്പോൾ അച്ചടക്കമുള്ളൊരു ജീവിതം. ഈ ദീനിൻ്റെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താ? അച്ചടക്ക. എല്ലാത്തിനും അച്ചടക്കമുണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ അത് നിശ്ചയിക്കപ്പെട്ടൊരു പാതയിലൂടെ, ട്രാക്കിലൂടെ സഞ്ചരിക്കുക ആണല്ലോ. ആണ്. ആ ട്രാക്ക് നിശ്ചയിച്ച് അതിൻ്റെ ആദ്യത്തെ ബോഗിയിലുള്ള എൻജിൻ ഡ്രൈവർ അടക്കം, അഥവാ കോ പൈലറ്റ് അടക്കം, അവസാനത്തെ ബോഗിയിലുള്ള ആ പച്ച വീശുന്ന ആളുണ്ടല്ലോ, അയാളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് വീടണയണമെങ്കിൽ, കൂടണയണമെങ്കിൽ എന്താ വേണ്ടത്? ആ ട്രാക്കിൽ കൂടെ നിശ്ചയിച്ച പോലെ നിയന്ത്രണ വിധേയമായി അടയ്ക്കേണ്ട റെയിൽവേ ഗേറ്റുകളൊക്കെ അടച്ച്, നിർത്തേണ്ടടുത്ത് നിർത്തി, റെഡ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്ത്, പച്ച കാണുമ്പോൾ മാത്രം മുന്നോട്ടെടുത്ത്, അങ്ങനെ ഈ പറഞ്ഞ അച്ചടക്കത്തിൻ്റെ ബാരിക്കേഡുകൾ തരണം ചെയ്തുകൊണ്ടാണ് ആ ട്രെയിൻ ഇവിടുന്ന് മംഗലാപുരത്തേക്കോ ബോംബെയിലേക്കോ അങ്ങ് കൽക്കട്ടയിലേക്കോ കശ്മീരിലേക്കോ പോയാലും ശരി ഈ മനുഷ്യന്മാരെയൊക്കെ സുരക്ഷിതമായി എത്തിക്കുന്നത് ഈ ട്രാക്കിലൂടെയുള്ള അച്ചടക്കമുള്ള സഞ്ചാരമാണ്. ആ അച്ചടക്കം ലംഘിക്കുമ്പോൾ നമുക്ക് കാണാം പെരുമൺ ദുരന്തം അല്ലെങ്കിൽ മറ്റേ ദുരന്തം, അല്ലേ? ഈ ട്രെയിൻ തീരുമാനിക്കുകയാണ് എനിക്ക് ഈ ട്രാക്ക് പോരാ, കുറച്ച് പച്ചപ്പും പുൽമേടുകളും മലയൊക്കെ കയറി കുന്നൊക്കെ കയറി ഇറങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെ നമ്മുടെ മക്കൾക്ക് അച്ചടക്കമുള്ളൊരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കാടും മലയും കയറി അവസാനം 4 കാലിൽ വീട്ടിൽ വരുന്നൊരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ വാപ്പാക്ക് അച്ചടക്കം ഉണ്ടാകണം, അതുപോലെ മക്കൾക്കത് ഉണ്ടാകണം. മനസ്സിലായോ? വാപ്പ നല്ല മികച്ചൊരു അഹങ്കാരിയാണെങ്കിൽ മോൻ വലിയ മോശമൊന്നും വരില്ല എന്നർത്ഥം. പൊങ്ങച്ചക്കാരനായൊരു പരുന്തിൻ്റെ കഥ പറയാറുണ്ട് സാധാരണ, അല്ലേ? എത്ര ദൂരെ നിന്നും, ആകാശത്ത് നിന്നും, ഉയരെ നിന്നും താഴേക്ക് നോക്കിയാൽ സൂക്ഷ്മമായി തൻ്റെ ഇരകളെയും അല്ലാത്തതിനെയുമൊക്കെ സസൂക്ഷ്മം ഒപ്പിയെടുക്കുന്ന പരുന്ത് വല്ലാത്ത അഹങ്കാരിയ. ഈ പരുന്തിനെ പിടിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ബുദ്ധിമാനായ ഒരു വേട്ടക്കാരൻ ചിന്തിച്ചപ്പോൾ പരുന്തിനെ പിടിച്ചത് എങ്ങനെയെന്നറിയോ? പരുന്തിന് നല്ല മാംസം മരത്തിലിങ്ങനെ വച്ചു. ആ മാംസത്തോട് ചേർന്ന് കുറച്ച് പശയൊക്കെ ഒട്ടിച്ചു വെച്ചു, അറിയാത്ത രൂപത്തിൽ, ഇതിനോട് നിറത്തോട് സാമ്യമുള്ള രൂപത്തിൽ. അങ്ങനെ പരുന്ത് വന്നു. അഹങ്കാരിയായ പരുന്ത് ആലോചിച്ചപ്പോൾ മികച്ച മാംസം വലിയ അധ്വാനമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ എന്തായി? ആ മാംസത്തിലേക്ക് പറന്നിറങ്ങി. വലിക്കാൻ നോക്കിയപ്പോൾ വരുന്നില്ല, ഒട്ടിച്ചു വെച്ച മാംസമാണല്ലോ. ചിറകിട്ടടിച്ചു. ചിറകെല്ലാം അതിൻ്റെ ചില്ലകളിൽ പുരട്ടിയ ആ പശയിലങ്ങ് ഒട്ടി, ഗമ്മിലങ്ങ് ഒട്ടി. അവസാനം ശക്തനായ പരുന്ത് ദുർബലനായി അവിടെ വീഴുന്ന. കിബിറും അഹങ്കാരമൊക്കെ വാപ്പ പഠിപ്പിച്ചതൊക്കെ വെച്ച് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ കാഴ്ചകൾ നൽകിയിട്ടാണ് നമ്മുടെയൊക്കെ ആ മക്കളെ റാഞ്ചിയെടുക്കുന്നത്.
ഞാനിത് കൂടുതൽ പറയണോ? ഓപ്പറേഷൻ തൂഫാൻ. ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മാതാപിതാക്കളും ആശങ്കയോടുകൂടി കാണുന്ന ഒരു മഹാവിപത്തായ ലഹരിക്കെതിരെ സമൂഹത്തിൽ സമൂലമായ പ്രചരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നൊരു കാലമാണ്. ഈ ഉമ്മമാരും ഓരോരുത്തരും അതിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത്, എനിക്കുമുണ്ട് മീശ പൊടിച്ചു വരുന്നൊരു കുഞ്ഞ്, ഒരു മോൻ. ഇതുവരെയും എൻ്റെ ചിറകിനടിയിലായിരുന്നു. ഈ ജൂൺ മാസമായപ്പോൾ അവന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ കൂട്ടുകാരെ തേടും, അവനും കൂട്ടുകാരുണ്ടാകും. ആരാണ് അവനെ റാഞ്ചുക എന്ന് അറിയില്ല. ആ റാഞ്ചാൻ നിശ്ചയിച്ച ആളുകൾ പലപ്പോഴും എന്താ, ഇതിങ്ങനെ കാണിച്ചിട്ട്, ഈ മാംസം കാണിച്ചിട്ടാണ്, വർണ്ണാഭമായ കാഴ്ച നൽകിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടു, മനോഹരമായ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടെന്ന് കിട്ടി. എത്രയോ വില കൊടുത്താണ് നമ്മളത് വാങ്ങുന്നത്. ആ വില കൊടുത്ത് വാങ്ങിയ സ്മാർട്ട് ഫോൺ, അതിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഗെയിമൊക്കെ കാണും. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും അത് ജാമാവില്ല. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ ആ സ്മാർട്ട് ഫോണിലേക്ക് ഒരു വൈറസ് അങ്ങോട്ട് കയറിയാൽ എന്താവും? ആദ്യം നമുക്ക് കാണാൻ സാധിക്കും, ആ സ്മാർട്ട് ഫോൺ ഒന്ന് പതുക്കെയാവും, സ്ലോ ആകും. പിന്നെ അതിൻ്റെ ബഫറിംഗ് ഒക്കെ വളരെ സ്പീഡ് കുറയും. അങ്ങനെ എന്താ പറയുക, ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഡിസ്ട്രക്ഷനിലൂടെ അവസാനം എൻഡ് ഓഫ് ദ സ്റ്റോറി ഇറ്റ് വിൽ ഡൈ. ഫോൺ നിശ്ചലമായി. വല്ല കാര്യമുണ്ടോ ആ ഫോൺ കൊണ്ട്? ഇല്ല. ഇതുപോലെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന സ്ലോ പോയ്സൺ എന്നോ സ്ലോ ഡിസ്ട്രക്ഷൻ എന്നോ പറയാവുന്ന ഗ്രാജ്വലായൊരു കുട്ടിയെ നശിപ്പിക്കുന്ന മഹാവിപത്താണ് അഡിക്ഷൻ അഥവാ ലഹരി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ മക്കളെ ചീത്തയാവുക. എന്ത് നന്നായി പഠിച്ച ഒരു കുട്ടി, ആൽബർട്ട് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി കോളേജിലൊക്കെ നല്ല വൈബോട് കൂടി പ്രശോഭിച്ച ഒരു കുട്ടിയാണ്. എന്താ കാര്യം എന്നറിയോ? അവൻ ക്ലാസ് മുറികളിൽ മിടുക്കനാണ്. രണ്ടാമത് അവൻ ഗ്രൗണ്ടിൽ സ്പോർട്സിൽ മഹാമിടുക്കനാണ്. ഈഗിൾ ഐ എന്നാണ് അവൻ്റെ ഓമന പേര്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം മൊണപ്പൊളിയിൽ പഠനത്തിലും പഠനേതര കാര്യത്തിലും മികവുപുലർത്തിയ ആ കുട്ടിയെ പറ്റിയിട്ട് നീ ഇങ്ങനെ ആണാണെന്ന് പറഞ്ഞ് മികച്ച ആളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞ് ഒരു മിഠായി കൊടുത്താണ് കൂട്ടുകാർ. ഒരു മിഠായി. ആ മിഠായിയിൽ അവൻ ജീവിതം മാറിയപ്പോൾ, ചേഞ്ചാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആ കോളേജിൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും മിടുക്കനായ ഈ കുട്ടി ഗ്രൗണ്ടിൽ പോകുന്നില്ല, കളിക്കുന്നില്ല, പഠനത്തിൽ വളരെ മോശം. വീട്ടിൽ ചെന്നാൽ റൂമിൽ മാത്രം ഇരുന്ന് റൂമിനെ ആശ്രയിക്കുന്നു. പുറത്തേക്കുള്ള വരവ് കുറഞ്ഞു. പഴയ മകനെ തിരിച്ചു കിട്ടാനുള്ള വെപ്രാളത്തിലും പ്രയാസത്തിലും മാതാപിതാക്കൾ എന്തു പറ്റി എന്നാണ് ചോദിക്കുന്നത്. ഈ മിഠായിയാണ്. കൂൾ എന്ന് പറഞ്ഞാൽ തണുപ്പെന്നാണ്. ആ പേരിലൊരു മിഠായി. എന്തിനാ? കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കുന്ന തർബീയത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും സുപ്രധാനമായി നിർവഹിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു രഹസ്യം എന്താണെന്നറിയോ? പലപ്പോഴും ഇത് നൽകാൻ വരുന്ന കരിയർമാർ ഈ അടുത്ത കാലത്ത് ഒരാളെ പരിശോധിച്ചപ്പോൾ 3-4 സ്കൂളുകളിലെ യൂണിഫോമാണ് അയാളുടെ ബാഗിലുള്ളത്. ഒരു പയ്യനാ, 21 വയസ്സുണ്ടെങ്കിലും 16ൻ്റെ ലുക്കേ അവനുള്ളൂ. അവൻ്റെ ബാഗിൽ പരിശോധിക്കുമ്പോൾ 3-4 സ്കൂളുകളിലെ യൂണിഫോം. ചെറിയ അംഗസംഖ്യയുള്ള സ്കൂളല്ല, 1500-2000 ഒക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. അവൻ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഇത് വിതരണം ചെയ്യാം. സൗജന്യമായി 1-ാം ഘട്ടവും 2-ാം ഘട്ടം മുതൽ പണം വാങ്ങിയും വിപണനം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇവരെയൊക്കെ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട പല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കരിയർമാരായി ഈ ലഹരി കൊടുക്കാൻ പോണ ആളുകളിൽ മിക്ക ആളുകളും അത് ഉപയോഗിക്കാത്തവരാണ്. എനിക്ക് നേരിട്ട് 1-ലേറെ അനുഭവമുണ്ട്. അവർ സാധാരണ നിലക്ക് അത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരെണ്ണം കൊടുത്താൽ അവന് കമ്മീഷനാണ്. അങ്ങനെ 10 പൊതി വിറ്റാൽ അവനുണ്ട്. അതിൻ്റെ ക്രിസ്റ്റലുകൾ വിറ്റാൽ അത് പൈസ കൂടും. ഇങ്ങനെ കാരിയന്മാരായി വാഹകന്മാരായി നടക്കുന്ന ആളുകൾ അതിൽ ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. എന്നിട്ട് ഈ പിഞ്ചു മക്കൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാവുന്ന. നമ്മുടെ മക്കളോട് പറയണം, അപരിചിതരായ ഒരാൾ തന്ന സാധനം വാങ്ങാൻ പാടില്ല.
ഇതുപോലെ മിഠായി എന്നോ ആണാക്കാമെന്നോ അല്ലേ സാധാരണ പറയുക പിയർ പ്രഷർ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താ? കൂട്ടുകാരുടെ സമ്മർദ്ദം. നീയൊക്കെ എന്ത് മനുഷ്യനാടാ? നീയൊക്കെ ആണാണോ? എന്തത് ആകാശം ഇടിഞ്ഞു വീഴോ? നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കോ? ഞങ്ങളെയൊക്കെ കണ്ടു പടി. ഇത്തരം കൂട്ടുകാരുടെ സമ്മർദ്ദങ്ങളുണ്ടല്ലോ നമ്മളൊന്ന് ആണാക്കാൻ വേണ്ടിയിട്ട്. മൻഫലൂത്തിയുടെ അറബിയിലുള്ളൊരു കിതാബുണ്ട്, കഅ്സുൽ ഊല എന്നാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് പഠിച്ചതാ. ഒന്നാമത്തെ കോപ്പ എന്നാണ്. അന്ന് മദ്യം ഉണ്ടായുള്ളൂ, ഈ വക സാധനമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് എഴുതി ഫസ്റ്റ് സിപ്പ് ഓഫ് ഡ്രിങ്ക്. അതൊന്ന് ഡ്രിങ്ക് ചെയ്ത് തുടങ്ങിയതാണ്. കലാപകാരിയായി മാറിയൊരു മനുഷ്യൻ്റെ കഥയാണ് പറയണത്, ലഹരി കൊണ്ട്. അപ്പം അങ്ങനെയുള്ള പിയർ പ്രഷറിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈമാൻ പകർന്നു കൊടുക്കാൻ രക്ഷിതാക്കൾ സാധിക്കണം. മോനെ, നീ കൂട്ടുകൂടിക്കോ, ഒരാളായിട്ടോ രണ്ടാളായിട്ടോ മൂന്നാളായിട്ടോ നാലാളായിട്ടോ അഞ്ചാളായിട്ടോ നീ കൂട്ടുകൂടിക്കോ. പക്ഷേ നിനക്ക് വിലക്കപ്പെട്ടത് വീടിനകത്തായാലും പുറത്തായാലും അത് നിനക്കും എനിക്കും ഒക്കെ വിലക്കപ്പെട്ട സാധന. നീ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നീ കൂട്ടുകാരോടൊപ്പം കളിച്ചോ, പക്ഷേ സമയമായാൽ നമസ്കരിക്കേണ്ട നീ നമസ്കരിച്ചിരിക്കണം. വീട്ടിൽ തിരിച്ചു വരേണ്ട നീ ആ സമയത്ത് തിരിച്ചു വന്നിരിക്കണം. ഉപയോഗിക്കാൻ പറ്റാത്തതും വെറുക്കപ്പെട്ടതും ഹറാമുമായ മുഴുവൻ പാനീയങ്ങളും ലഹരിയുണ്ടാക്കുന്ന മുഴുവൻ വിഭവങ്ങളും നീ ഉപേക്ഷിക്കണം. ഇത് ആത്യന്തികമായി നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്താണെന്ന് പറയണം. ആ തർബിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടുമെന്നായി പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് നീ ഇത് കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടൂല, നീ ഞങ്ങളുടെ കൂടെ വരണ്ട, ടൂറിന് നീ ഞങ്ങളുടെ കൂടെ വരണ്ട. കാരണം എന്താ? ആറാമനായ ഇവൻ മാത്രമേ അതിൽ ഈ വക സാധനം ഉപയോഗിക്കാത്തുള്ളൂ. അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് തടസ്സാകും. നമ്മുടെ മക്കൾക്ക് അതിനുള്ള വിൽ പവർ പകർന്നു കൊടുക്കണം. അവിടെ ഞാനില്ല എന്ന് പറയാൻ, നോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ടൊരു വിശ്വാസി മനസ്സിലാക്കാൻ പാടില്ല. ഒന്നാം തീയതി നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഒരു വാപ്പ ഈ മക്കൾക്കുണ്ടെങ്കിൽ അതവരിൽ നൈസർഗികമായി ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എന്താ? നോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ് ഇസ് എ സ്ട്രെങ്ത്. അത് ശക്തിയാണ് ഒരു വിശ്വാസിക്കുന്ന, അല്ലേ? ലോകത്ത് ഉപയോഗിക്കാവുന്ന ലക്ഷക്കണക്കിന് പാനീയങ്ങളിൽ വളരെ എണ്ണപ്പെട്ട പാനീയങ്ങളല്ലേ ഹറാമായിട്ടുള്ളൂ. മറ്റതിന് യെസ്സും, 10,000-കണക്കിന് പാനീയങ്ങൾക്ക് യെസ്സും 10 പാനീയങ്ങൾക്ക് നോ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ഈമാനാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ടുള്ളത്? ആലോചിക്കണം. അതുകൊണ്ട് നോ പറയുക എന്നത് അതൊരു വിശ്വാസിയുടെ കൈമുതലും അതുപോലെ അവൻ്റെ ഏറ്റവും വലിയ ആയുധവുമായി മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അപരിചിതരും അതുപോലെ തന്നെ സംശയാസ്പദമായ പശ്ചാത്തലത്തിലുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ കുറഞ്ഞാൽ എത്ര ശ്രദ്ധയുള്ള ആളുകളാണ് നിങ്ങൾ സമ്പാദിച്ച ശമ്പളത്തിൽ ഒരു 100 രൂപ കുറവുണ്ടായാൽ ശ്രദ്ധിക്കുന്ന ആളല്ലേ? നിങ്ങൾ ചേഞ്ച് തരുമ്പോൾ അല്ല ഒരു 50 കൂടി തരാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങണ ആളല്ലേ? നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായേ പറ്റുള്ളൂ. അവർ സ്കൂളിൽ പോകണമെങ്കിൽ ആരായിട്ടാണ് കൂട്ടുകൂടുന്നത്, ആരായിട്ടാണ് അവർ കൂടുതൽ സംസർഗം, ആരായിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് സങ്കടപ്പെടുന്ന എത്രയോ വാപ്പന്മാരെയും അച്ഛന്മാരെയും ജീവിതത്തിൽ നമ്മൾ കണ്ടേക്കുന്നു. എല്ലാ സന്ദർഭവും കഴിഞ്ഞു. അവൻ അടയ്ക്കയായിരുന്ന പ്രായത്തിൽ ഒന്നും ചെയ്യാതെ അടയ്ക്കാമരമായ സമയത്ത് വാപ്പ വേവലാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മക്കളെ നമുക്ക് കോളേജിൽ വിടണം, അവരെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് നല്ല പേരിടണം. പിന്നെ പഠിപ്പിച്ചെന്താ? അവന് തർബിയത്ത് കൊടുക്കണം. അതാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ആ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ ഒരാൾ ഇറങ്ങിയാൽ പടച്ചോൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പം മകൻ സുരക്ഷിതനായി തിരിച്ച് വീട്ടിൽ വരുമ്പോഴേ ആ സ്വർഗം നമുക്ക് കിട്ടുള്ളൂ. ഒരു പണിയെടുക്കാതെ വെറുതെ പ്രോട്ടീനുള്ള ഭക്ഷണം മാത്രം കൊടുത്ത് സൂപ്പർ മാർക്കറ്റിലെ ഏറ്റവും നല്ല വിഭവം കൊടുത്ത് വീട്ടിൽ നന്നായി ഭാര്യയോട് മക്കൾക്ക് പിന്നെ ഭക്ഷണം, ഡ്രസ്സ്, വില കൂടിയ മൊബൈൽ, നല്ല ഷൂ, പാൻറ്, ജീൻസ് ഇതൊക്കെ കൊടുക്കുക മാത്രം ഒരു തൊഴിലായാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ പോടില്ല. സഹാബാ കിറാം അവരുടെ മക്കളെ എങ്ങനെ വളർത്തിയത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതെൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയാണ് എന്ന് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് സ്വന്തം മകളെ ഏൽപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിൻ്റെ റസൂലാണ്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തൻ്റെ മക്കളായ ഉമ്മു കുൽസുമിനെയും റുഖിയയെയും അന്ന് അബൂലഹബിൻ്റെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ എത്രയോ നല്ല സ്വഭാവമുള്ള മക്കളായിരുന്നു. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
മക്കളെ വളർത്തുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാവണം. പണ്ട് വല്ലിപ്പന്മാരുള്ള വീടുകളുണ്ട്. വല്ലിപ്പന്മാരുള്ള വീട്ടിലെന്താണ്, ഈ മക്കൾ പോണതും വന്നതും ഒക്കെ കാണും. അപ്പോൾ ഒരു അലർജിയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഈ ഗ്രാൻഡ് പാ ഗ്രാൻഡ് മാ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ ചിലപ്പോൾ വരും. നീ എവിടെ പോയേ, നിൻ്റെ കൂടെ പോന്നവരാ, നീ എന്താ വൈകിയ, ഇതൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന അനുഗ്രഹമാണ് ഈ വല്ലിപ്പന്മാരെന്നാണ് പറഞ്ഞു. അത്തരം ചോദ്യമുള്ള കുടുംബങ്ങളെ ഇന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് ഈ മിമ്പറിൽ നിന്ന് അത് സംസാരിക്കുന്നത്. വല്ലിപ്പാടെ ദൗത്യം, നിങ്ങളൊരിക്കലും പേരക്കുട്ടികളോട് ബാപ്പാനേക്കാൾ സ്നേഹമാർക്കാം വല്ലിപ്പമാർക്ക്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വല്ലിപ്പമാരെ, നിങ്ങളവരോടുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. നിങ്ങളവരോടുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ജീവിച്ച കാലത്തല്ല അവർ ജീവിക്കുന്നതെങ്കിലും വഴിതെറ്റാതെ ആ മക്കളെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്നതാണ്. അത് വല്ലിപ്പാണെങ്കിൽ വാപ്പാടെ സ്ഥിതി എന്താ, വാപ്പ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണമെന്നാ. അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്തൊരു ശ്രദ്ധയാണ്. എന്താ കാര്യം, രാജാതിരാജനായ അള്ളാഹിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധ്യമാണ്. അവിടെ അച്ചടക്കമുണ്ട്, ഒതുക്കമുണ്ട്, നമ്മുടെ ചിന്തക്ക് നിയന്ത്രണമുണ്ട്, നമ്മുടെ ആലോചനകൾക്ക് നിയന്ത്രണമുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഇത്രമാത്രം ജാഗ്രത പുലർത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ മക്കളോട് പറയണം, നിങ്ങൾ സംശയാസ്പദമായ രീതിയിൽ വല്ലതും നിങ്ങൾ കണ്ടാൽ, നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം, ഇപ്പോൾ കൂട്ടുകാർ ഭയങ്കര ബഹിഷ്കരണം, ഒറ്റപ്പെടുത്തൽ, എന്താ കാര്യം, ഇവൻ ഈ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെ വളരെ സ്ട്രെസ്സൊക്കെ നമ്മുടെ മക്കൾക്കുണ്ടായാൽ അവരെന്ത് ചെയ്യണം, അവരവരുടെ മാതാപിതാക്കളോട് അത് പറയണം. ഉമ്മാടെ അടുത്ത് പറയണം, ഉമ്മ വല്ലാത്തൊരു പ്രയാസമുണ്ട്, എന്താ മോനെ, ഇന്ന് ലോകത്ത് മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പാക്കും ഉമ്മാക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ദുനിയാവില്ല നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയണം, ദേ കുറച്ച് ഇതുണ്ട്, എന്ത് പറ്റിയടാ, ഭയങ്കര സ്ട്രെസ്, എന്താ കാര്യം, കൂട്ടുകാരുടെ സമ്മർദ്ദമാണ്. അത് ഉമ്മാക്ക് പരിഹരിക്കാൻ പറ്റും, വാപ്പാക്ക് പരിഹരിക്കാൻ പറ്റും, നല്ല അധ്യാപകർക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് മക്കളോട് പറയണത്, അനാവശ്യമായ ഇത്തരം സ്ട്രെസ്സുകളും ഡിഫിക്കൽട്ടീസും പ്രയാസങ്ങളൊക്കെ അവർ പഠിക്കുന്ന കലാലയാന്തരീക്ഷത്തിലുണ്ടായാൽ അതാരോട് പറയണം, മാതാപിതാക്കളോട് പറയണം എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും കൂട്ടുകാർ സംശയാസ്പദമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ കടയുടെ മുൻവശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് 2 പേർക്ക് വേറൊരാൾ കൊണ്ടുവന്ന് എന്തോ ഇങ്ങനെ കൈമാറുകയാണ്. അപ്പോൾ ഒരു സംശയാസ്പദമായൊരു കൈമാറലും ഇതാണ്. ആ സമയമാകുമ്പോഴേക്കും ആളിങ്ങനെ കാത്തവിടെ നിൽപ്പുണ്ടാവുന്ന എന്താ സംഭവം, ഇത് തന്നെ ഈ ലഹരി കൈമാറ്റമാണ്. അത് കണ്ടാലോ നിഷ്ക്രിയരാവലാണോ? ഇല്ല. മൻ റആ മിൻകും മുൻകറൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, നിങ്ങളിൽ നിന്ന് മുൻകറായ, വെറുക്കപ്പെട്ട, നിഷിദ്ധമായ ഒരു കാര്യം കണ്ടാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, അവനവൻ്റെ കൈ കൊണ്ടത് തടയട്ടെ. ഫഇൻ ലം യസ്തതി, കൈ കൊണ്ട് തടയാൻ പറ്റാത്തതാണെങ്കിൽ, ചില സമയത്ത് പറ്റൂല എങ്കിൽ ഫൽ യുഗയ്യിറുഹു ബിലിസാനി, അവൻ്റെ നാവ് കൊണ്ട് തടയട്ടെ. ഫഇൻ ലം യസ്തതി, നാവ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഇവൻ ലഹരി റാക്കറ്റിൽ പെട്ടാനാണല്ലോ, ഇവൻ്റെ അടുത്ത് വല്ലതും ചെന്നാൽ എന്നെ പിടിച്ച് വെട്ടും എന്ന പേടി നമുക്കുണ്ട് എങ്കിൽ സ്വാഭാവികമാണല്ലോ. അപ്പോൾ പറയാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള സമയത്ത് ആണ് എന്ത്, ഫഇല്ലം യസ്തി ഫബി ഖൽബി, ഹൃദയം കൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യം, ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ ആളുകൾ എന്ത് ചെയ്യുക, ഈ വിവരം അറിയിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെ അടിമകളാക്കി തീർക്കുന്ന വലിയ സങ്കടമുള്ള വാർത്തകളാണ്. ഇപ്പോൾ ഈ കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസവുമൊക്കെ നാം കേൾക്കുന്ന വാർത്തകൾ അത്ര ആശാവഹമായ കാര്യമാണ്. എങ്ങനെയൊക്കെ നന്നായി ജീവിച്ച, നല്ല ജീവിത പരിസരങ്ങളിൽ ജീവിച്ച ചില കുട്ടികളൊക്കെ പറയുമ്പോൾ വളരെ സങ്കടം. എന്താ, 5 നേരം സ്കരിക്കാൻ പോണ കുട്ടീനാ, അത് ഏറ്റവും വലിയ യോഗ്യതയായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ്ട, മനസ്സിലായില്ലേ? നിങ്ങൾ 5 നേരം പള്ളി പോയോ എന്ന് മക്കളെ നോക്കുന്നതിനേക്കാൾ 10,000 ഇരട്ടി 5 നേരത്തെ നിസ്കാരമല്ലുള്ളൂ ജീവിതത്തിൽ, അവനത് മറയാക്കാം. ഇതുപോലെ ഒരുത്തനെക്കുറിച്ച് കേട്ട് ആലുവ ഭാഗത്ത് ഞങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോണ്ടല്ലോ, അവൻ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്താ കാര്യം, അവന് നല്ല, ഈ താടിയൊന്നുമല്ല, അതിലും നല്ലൊരു താടി ഉണ്ടായിരുന്നു അവന്. കണ്ടാൽ അവന് എന്ത് റാഹത്താന്നറിയോ. പക്ഷെ അവിടുത്തെ മൊത്ത കച്ചവടക്കാരിൽ 2ാം സ്ഥാനം അവന്.
അവൻ ഒരു പ്രാവശ്യമല്ല പിടിക്കുന്നത്, രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ പിടിക്കുന്ന ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഞാൻ നന്നായി എന്നാണ് ഉദ്യോഗസ്ഥരോട് ഈ ചങ്ങായി പറയുന്നത്. അതുകൊണ്ട് 5 നേരം നിസ്കരിച്ചോന്ന് മാത്രം നോക്കലല്ല നമ്മുടെ ജോലി എന്നർത്ഥം. ഈ മക്കളുടെ അത് എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കാമെന്നാണോ, സംശയദൃഷ്ടിയോടി കാണാം, അതല്ല. അവരോട് ചേർത്ത് പിടിക്കണമെന്നാ, വഴിതെറ്റാതെ നോക്കണമെന്നാ. നിഷ്ഠ ജീവിതത്തിൽ നിസ്കാരം പോലെ തന്നെ വീട്ടിൽ വരവ് പോക്ക് കൂട്ടുകാർ ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ്. രാജാതിരാജനായ അള്ളാഹു, കരുണാവാരിധിയായ അള്ളാഹു നമ്മുടെ സന്താനങ്ങളെയും ഈ സമൂഹത്തെയും സൽവഴിയിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ അസീസിൽ ഗഫാർ വൽ മലിക്കിൽ ജബ്ബാർ ഗാഫിറദ് ദംബി വഖാബിലുത് തൗബ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അയ്യുഹൽ ഇഖ്വതു വൽ അഖ്വാത് ഉസീകും ബി തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മതയോടെയും തഖ്വയോടെയും കൂടി പുലർത്തണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. നമ്മളോട് ദുആ കൊണ്ട് 2-3 വസിയത്തുകൾ ഉണ്ട്. ഒന്ന്, ഒരു സഹോദരൻ തുടങ്ങുന്ന ഒരു സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ മകൾ തുടങ്ങുന്ന ഒരു സ്ഥാപനം വിജയകരമായി തീരാനും ഒക്കെ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, രോഗികളായ 2 സഹോദരങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ രോഗാവസ്ഥയും പ്രയാസങ്ങളും ശിഫയാകണം, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കരുണാവാരിധിയായ അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, നിൻ്റെ മഹത്തായ ഫضലും ഔദാര്യവും കൊണ്ട് ആ സഹോദരൻ്റെ സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ ഉപജീവന വഴിയും നാഥ നീ വിജയത്തിലെത്തിക്കണമേ റഹ്മാനെ. കരുണാവാരിധിയായ നാഥ, രോഗികളായ സഹോദരങ്ങളുടെ വേദനയും പ്രയാസങ്ങളും അള്ളാഹുവെ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അവർക്ക് നീ ശമനവും ശിഫയും നൽകി നാഥ നീ അവരെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ മാരകമായ അസുഖങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും വേദനകളിൽ നിന്നും നാഥ ഞങ്ങളെയെല്ലാം നീ കാത്തുരക്ഷിക്കണമേ സുബ്ഹാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് അല്ലാഹുവേ നീ ആരോഗ്യം നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ദീർഘായുസ്സിനെ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കരുണാവാരിധിയായ അല്ലാഹുവേ, ഞങ്ങളെ വളർത്തി വലുതാക്കി നിൻ്റെ സവിധത്തിലേക്ക് മടങ്ങിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, വല്ലിപ്പന്മാർക്ക്, വല്ലിമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉമ്മമാർക്കെല്ലാം നാഥ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ സുബ്ഹാനെ. റഹ്മാനായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും നാഥ നീ ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ റഹ്മാനായ റബ്ബേ, അവരെ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. എല്ലാവിധ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ അവനെ കാക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിൻ്റെ മഹത്തായ ഫضല് കൊണ്ടും ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നാടിൻ്റെ സമാധാനാവസ്ഥയും സ്വസ്ഥതയും നാഥ നീ നിലനിർത്തി തരണമേ റഹ്മാനെ. ജീവിതത്തിൽ നീ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളിൽ നീ നിലനിർത്തണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഞങ്ങളുടെ ഉപജീവന വഴികളിൽ നാഥ നിൻ്റെ ബർക്കത്ത് നീ ചൊരിയണമേ റഹ്മാനെ. അതിൽ നീ വളർച്ചയെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തികമായ ഞങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും കാരുണ്യക്കടലായ നാഥ നീ ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങൾക്ക് നീ സമാധാനവും സ്വസ്ഥതയും പ്രാപ്തിയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أحياء منهم الأموات اللهم أحيا الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.